റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. സോ ബുക്ക് ബിൽഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ബുക്ക് ബിൽഡിംഗ് നമ്മളറിയാം, നമ്മളുടെ കമ്പനിക്ക് ഒരു ഫിക്സഡ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ, ഒരു മെർച്ചൻ്റ് ബാങ്കറോ അവരുടെ സഹായത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൈസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് തന്നെ, അതായത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്യാനുള്ളൊരു രീതി അഡോപ്റ്റ് ചെയ്യുന്നു. അതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബുക്ക് ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ടു റേസ് ക്യാപിറ്റൽ ഫോർ ദ കമ്പനീസ് ബിസിനസ് ഓപ്പറേഷൻ. നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബട്ട് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ് ഫ്രം ദി മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നും ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്. So reverse book building is the price discovery method in which the bids are taken from the current investors. നമ്മൾ ബുക്ക് ബിൽഡിങ്ങിൽ ചെയ്തതുപോലെ തന്നെ, സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈബാക്ക് ചെയ്യുകയാണ്, നമ്മളുടെ ഷെയർസ് തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുകയാണ്. ആ വാങ്ങിക്കുന്ന സമയത്ത് എന്ത് വിലയ്ക്കാണ് വാങ്ങിക്കേണ്ടത്? നിയമപ്രകാരം മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു കൂടിയ വിലയിലാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പക്ഷേ ആ വാങ്ങിക്കേണ്ട വില എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റേഴ്സിനോട് തന്നെ അവരോട് തന്നെ ബിഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കമ്പനി തിരിച്ച് നമ്മളുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുമ്പോൾ അവർക്ക് തിരിച്ച് പ്രൈസായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, റേറ്റ് എത്രയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ അവരോട് തന്നെ, അതായത് ഇതിനൊരു മെർച്ചൻ്റ് ബാങ്കർ നമുക്കൊരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും. ആ പ്രൈസ് ബാൻഡിൻ്റെ ഇടയിൽ ഏത് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. എന്നിട്ട് ആ വിലയ്ക്ക് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബൈബാക്ക് ഓഫ് ഷെയർസ്. സോ പ്രൈസ് ഫിക്സ്ഡ് ഇൻ റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ് എക്സീഡ്സ് ദ മാർക്കറ്റ് പ്രൈസ്. അതിൻ്റെ റൂൾ പ്രകാരം റിവേഴ്സ് ബുക്ക് ബിൽഡിങ്ങിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ ഒരു വിലയായിരിക്കും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് റിവേഴ്സ് ബുക്ക് ബിൽഡിംഗ്.